ഹേയ്, സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നമുക്ക് നോങ്ക്രിയാറ്റ് വില്ലേജാണ് കേട്ടോ കാണാനുള്ളത്. റൂമിൽ നിന്നും പുറത്തിറങ്ങിയാലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ആറ് മണിക്ക് എണീച്ച് നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ റെഡിയാക്കി ഫ്രഷായി റൂം വെക്കേറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. ഇവിടുത്തെ ആൾക്കാരൊക്കെ വേറെ എന്തോ സാധനമാണ് കഴിക്കുന്നത്. ഒരു പച്ച കളറ് ഈ കുറേരി കഞ്ഞിൻ്റെ പോലെയുള്ളൊരു സാധനം, അതിൻ്റെ മേലെ കുറച്ച് കടലയും കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കാൻ എന്താ ഉള്ളത് ചോദിച്ചപ്പോൾ ബ്രെഡ് ഓംലെറ്റ്, മാഗി ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞത്. എന്നാലും അവരെന്താ കഴിച്ചതെന്നുള്ളതൊരു ക്യൂരിയോസിറ്റി തന്നെയായിരുന്നു. പിന്നെ ലിസ്റ്റിലില്ലാത്ത സാധനം വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം നമ്മളെ ഹോം സ്റ്റേൻ്റെ ഓണറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ട്രക്ക് ചെയ്യാൻ വേണ്ടി പോയി. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് താഴേക്കാണ് ട്രക്കിംഗ് ഉണ്ടായിരുന്നത്. സോ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലഗേജ് എടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നദീബ് ആൻഡ് റേഷൂമി. ഇവർ അസാമിക്കാരാണ്. നമ്മൾ പോകുന്ന വഴി പരിചയപ്പെട്ടതാണ്. ഇവർ നമ്മളും കൂടിയും ഒപ്പമാണ് ട്രക്കിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. ട്രക്ക് ചെയ്യുമ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എടുത്തില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ തോന്നി എടുത്താൽ മതിയായിരുന്നു എന്ന്. ടയേർഡാകുമ്പോൾ ഇരിക്കാനുള്ള പ്ലേസസും ചെറിയ ചെറിയ ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. മുതൽ 4000 സ്റ്റെപ്സ് വരെ ട്രക്കിംഗ് ഉണ്ട് ഒരു സൈഡ്. നമ്മളൊരു 9:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഹോം സ്റ്റേൻ്റെ അടുക്ക് എത്തിയപ്പോൾ ഏകദേശം 2 മണി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നല്ല ഫാസ്റ്റായിട്ടാണ് വന്നതെന്നാണ് നമ്മൾ ഹോം സ്റ്റേൻ്റെ ആൾ പറഞ്ഞത്. സാധാരണ ആൾക്കാർ ഇതിലേറെ ടൈം എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. പ്രകൃതിപരമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം നമ്മളെ നാട് പോലെ തന്നെയാണ് കേട്ടോ കാണാൻ. വലിയൊരു മാറ്റം എടുത്തു പറയാൻ മാത്രം ഒരു മാറ്റമൊന്നും തോന്നിയില്ല. കാടിൻ്റെ നടുവാണേലും മൃഗങ്ങളും പക്ഷികളൊക്കെ നല്ല കുറവായിരുന്നു. പട്ടി പൂച്ച അല്ലാത്തൊരു മൃഗങ്ങളെ നമ്മളവിടെ കണ്ടിട്ടില്ല. പക്ഷികളായിട്ട് നമ്മളൊന്നും അവിടെ കണ്ടില്ല. പിന്നെ പലതരം ഇൻസെക്ട്സ് ഉണ്ടായിരുന്നു. ഇതിലാണ് നമ്മൾ ഊണാല് കടന്നുറങ്ങില്ല കടത്തിക്കൊണ്ടുപോകും. അമ്മാതിരി സ്റ്റീപ്പാണ്. ഇത് സിംഗിൾ ഡെക്കർക്ക് പോവാന്, ഇത് ഡബിൾ ഡെക്കർക്ക് പോവാന്. നമുക്ക് ഫസ്റ്റ് ഡബിൾ ഡെക്കർക്ക് പോകാം. ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം കേട്ടോ. ഷോളിന് പകരമായിട്ട് യൂസ് ചെയ്യാനാണോ അറിയില്ല, ഒരു ക്ലോത്ത് പീസ്. അതായത് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്ന പോലെ. എന്താ നല്ല നൈസ് പാലം. കുറച്ച് ഡേഞ്ചറസ് ആണെങ്കിലും രസമായിരുന്നു അതിലൂടെ നടക്കാൻ. നല്ല
നല്ല നീല വെള്ളം. ഇതിൽ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല. ഒരു പാലം കഴിഞ്ഞ് കുറച്ച് പോയപ്പോൾ തന്നെ രണ്ടാമത്തെ വേറെ പാലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡബിൾ ഡെക്കർ എത്തിച്ചിട്ട് ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. 250+ വർഷങ്ങളോളം പഴക്കമുള്ള ബ്രിഡ്ജാണ് കേട്ടോ ഇത്. വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ആണ് കേട്ടോ ഇവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ ഡബിൾ ഡെക്കറും സിംഗിൾ ഡെക്കറും എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി ഹോം സ്റ്റേൻ്റെ അടുക്ക് പോയിട്ട് ഫുഡും കഴിച്ച് ലഗേജും എടുത്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. നെക്സ്റ്റ് വെയ്സോഡോങ് വാട്ടർഫോൾസ് ആണ്. നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയൊരു പ്ലേസ് ആയിരുന്നു. പക്ഷേ നദീബും റേഷുമിയും പറഞ്ഞു മസ്റ്റായിട്ട് പോകേണ്ട ഒരു പ്ലേസ് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ബാർഗൈൻ ചെയ്ത് അവസാനം കുഴപ്പമില്ലാത്ത റേറ്റിൽ ടാക്സി കിട്ടി. നമ്മൾ ആദ്യം ചെറാപ്പുഞ്ചി പോയി, പിന്നെ ചെറാപ്പുഞ്ചിയിൽ നിന്ന് നമ്മൾ വെയ്സോഡോങ്ക്ക് വേറെ ടാക്സി എടുത്തു. ഏകദേശം ഒരു അരമണിക്കൂർ ദൂരാട്ടോ ചെറാപ്പുഞ്ചിയിൽ നിന്ന് വെയ്സോഡോങ്ക്ക് വന്നത്. സമയം ഏകദേശം 2:30-3 മണിയാണ്. പക്ഷെ നല്ല കോടയാണ് കേട്ടോ, നല്ല തണുപ്പുള്ള ക്ലൈമറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വീട്ടിൽ പോവാനായി. ആ കാണുന്ന വണ്ടിയിൽ നിറച്ച് സ്കൂൾ കുട്ടികളാണ്. ടിക്കറ്റ് എടുത്ത് കുറച്ചിറങ്ങിയാൽ തന്നെ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളി വെള്ളച്ചാട്ടം. വെള്ളത്തിൻ്റെ ഭംഗി അറിയണമെങ്കിൽ അത് കാണുന്നെ വേണം. അവിടുന്ന് പിന്നെ ഒരു 15 മിനിറ്റോളം ആണ് ട്രക്കിങ് വരുന്നത്. ചെറിയൊരു ട്രക്കിംഗ് ആണ്, പക്ഷെ അത് ഇറങ്ങിപ്പോയി അവിടെ എത്തി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ. വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം ഒഴിഞ്ഞ് ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ ആ ട്രക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. നമ്മുടെ ടാക്സി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലഗേജ് എല്ലാം ടാക്സിയിൽ വെച്ചിട്ടാണ് നമ്മൾ വന്നത്. കൊടുക്കണ്ടോ ഓക്കത്തിന്റെ പല്ലും കറയാണ്. ഞങ്ങളിവിടെ മുന്നില് 4 ആൾക്കാരായിരുന്നു. അൾട്ടോക്കാര് ബാക്കിലും 4 ആൾക്കാരുണ്ടോ. അവരെ പിന്നെ അങ്ങനെ കാട്ടണം. ഞങ്ങൾ ചിറാപ്പുഞ്ചിന്ന്
നെക്സ്റ്റ് നമുക്ക് ദൗക്കി ആൻഡ് മൗലിനോങ് ആണ് പോകാനുള്ളത്. സോ അവിടേക്ക് ഷില്ലോങ് ആണ് ഒന്നും കൂടി നിയറസ്റ്റ് ടൗൺ വരുന്നത്. സോ ഇന്ന് ഷില്ലോങ്ങിൽ സ്റ്റേ ആക്കിയിട്ട് നാളെ രാവിലെ ബാക്കി പ്ലേസസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.